അസ്സലാമു കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അത് വൈകുന്നേരം ചായക്കായിട്ടും റംസാനിന് നോമ്പ് മുറിക്കുമ്പോഴെല്ലാം കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചെടുക്കണം. നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. നമുക്ക് സ്നാക്സിന് ആവശ്യമായ മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 1 പച്ചമുളക് ചെറുതായി മുറിച്ചത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉരുളക്ക് മാത്രമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചിക്കനും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് മിക്സിൻ്റെ ജാറിലേക്ക് ബ്രെഡ് മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദയും 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയെടുക്കാം. മൈദ കലക്കിയാൽ അധികം ലൂസാകാൻ പാടില്ല, അധികം കട്ടിയാകാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. ചൂടാടാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മസാല മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നേരത്തെ മല്ലിയില ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. സ്നാക്സിന് ആവശ്യമായ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ആ മസാല ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബ്രെഡിൻ്റെ നിങ്ങൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ വേറൊരു ബ്രെഡ് എടുത്ത് അങ്ങനെ ഓരോന്നിനായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇനി നിങ്ങൾ ബ്രെഡ് മുറിക്കാൻ കത്തി എടുക്കും. ഇതുപോലെ മുരുമുരിയുള്ള കത്തി എടുത്തിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ മുറിച്ച് വെച്ച ബ്രെഡിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ മൈദയിലിട്ടിട്ട് 2 ഭാഗവും നല്ലപോലെ കവർ ചെയ്യുന്ന വിധത്തിൽ ഇതുപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും മുക്കി വെക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുക. സ്നാക്സ് മൈദയിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലും ഒഴിച്ച് കൊടുക്കാം. ഞാൻ ശാലോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. തീ നന്നായി കുറഞ്ഞാൽ എണ്ണ കുടിക്കുക, അതുകൊണ്ട് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഒരു ഭാഗം ആയതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 2 ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെറൈറ്റി ഈവനിങ് സ്നാക്സ് റെഡിയായി. നല്ലൊരു ടേസ്റ്റാണ്. ചെറിയൊരു കട്ട്ലറ്റിൻ്റെ ഒരു ടേസ്റ്റും വരും. പിന്നെ ബ്രെഡെല്ലാം ആയിട്ട് നല്ല വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. വൈകുന്നേരം ഗസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നോമ്പ് മുറിക്കുമ്പോൾ കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.